നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ, എനിക്കൊന്ന് പ്രാർത്ഥിക്ക് നബി. സഹലബയുടെ ചെറിയ സ്വീകാര്യതക്കുറവുണ്ടെങ്കിലും അത് മുഫസ്സിരിങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എനിക്ക് വേണ്ടി കുറച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു. നബിസ്വല്ലല്ലാഹു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന് നിലവിലുള്ള ആടുകൾ വർദ്ധിച്ചു. ആയിട്ടുള്ള മേയ്ക്കാൻ സ്ഥലമല്ലാതെ ദൂരെ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കാൻ പോകേണ്ടി വന്നു. അവസാനം അയാൾ ജമാഅത്തിന് വരാതെ ജുമാക്ക് മാത്രം വരലായി. ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന് ഒന്നിനും വരാൻ കിട്ടാത്ത അവസ്ഥ കിട്ടി. പിന്നെ വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ വർധനവാണ് അദ്ദേഹത്തിന് വരാൻ പ്രയാസം ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്കാരെന്ത് പറയുന്നറിയും, എനിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും, ഞാൻ ചെലവഴിക്കും എന്ന് പറയും. അതാണ് മുനാഫിക്ക്. പൈസ ഉണ്ടായാൽ കൊടുക്കും എന്നറിയും. പൈസ ഉണ്ടായാൽ എന്തേക്കാൻ അവസ്ഥ, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. അവരിൽ ചില ആൾക്കാരുണ്ട്, അവർ പറയും, ഞങ്ങൾക്കൊക്കെ പടച്ചോ നല്ല സമ്പത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ നല്ലതായിട്ട് സദക്ക കൊടുക്കും, ഞങ്ങൾ നല്ലവരിൽ ഉൾപ്പെടും എന്നാണ്. എന്നാൽ ഫലമ്മ ആതാഹും മിൻ ഫദ്ലി, അല്ലാഹ് നന്നായിട്ട് സമ്പത്ത് കൊടുത്താലോ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിക്കും. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ്. അപ്പം ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് പറയും. അതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തം അവരെന്ത് ചെയ്യും, ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ലംഘിച്ച് കളയുന്നതാണ്.